വിശാലമായിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോ വളരെ ഭാരമുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ് ആസക്തിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ. ആസക്തിയുടെ ചരിത്രം മനുഷ്യൻ സോഷ്യലായിട്ട് ജീവിക്കാൻ തുടങ്ങിയതും അതിന് മുമ്പും തന്നെ ചിലപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോ ഇമാജിനേഷൻസ് ഓഫ് പ്ലഷർ, ആനന്ദത്തിന്റെ ഭാവന എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വിഷയാനന്ദത്തിന്റെ ഭാവനയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മുരളി സാർ അതിന്റെ ഒരു ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഒരു ഏടിൽ നിന്നാണ് തുടങ്ങിയത്. വേലുക്കുട്ടി ആശാന്റെ ആ ഒരു ജീവിതത്തിൽ നിന്ന്. വേലുക്കുട്ടി ആശാനെ കുറിച്ച് ഒരു നോവല് മലയാളത്തിൽ വന്നിട്ടുണ്ടെന്നും കൂടി ആഡ് ചെയ്യാണ് അതിനോടൊപ്പം. അലിംഗം എന്നൊരു നോവല് ഗിരീഷ് കുമാർ റസിന്റെ ഒരു നോവൽ വേലുക്കുട്ടി ആശാന്റെ ആ ഒരു തന്റെ ജെൻഡർ ഐഡന്റിറ്റിയെയും സെക്ഷുവാലിറ്റിയും ഒക്കെ വളരെയധികം ഒരു ടെൻഷനിലും ഒരു സ്ട്രെസ്സിലും നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു നോവൽ എക്സ്പീരിയൻസ് ഉണ്ട്. പേര് തന്നെ അലിംഗം എന്നാണ്. ഒരു നോൺ ജെൻഡർ എന്നൊരവസ്ഥ എത്രത്തോളമാണ് ഒരു മനുഷ്യന് ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഡ്രാഗ് ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. മുരളി സാർ പറഞ്ഞതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു ഡ്രാഗ് ചരിത്രം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ പുരുഷന്മാർ സ്ത്രീയുടെ വേഷം പൊതു ഇടത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് പലപ്പോഴും ഇവിടുത്തെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീക്ക് സ്വയം തന്നെ അവതരിപ്പിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റീസെന്റ് ഇതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു പാരലൽ സാധനമാണ് ട്രാൻസ്ജെൻഡർ അനുഭവങ്ങളെ സിസ് മനുഷ്യര് സിനിമകളിലും ഷോർട്ട് ഫിലിംസ് അടക്കമുള്ളതിലും അവതരിപ്പിക്കുന്ന ഒരു ശീലം. അതുപോലെ തന്നെ പണ്ട് സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നത് പോലെ ഇന്ന് ട്രാൻസ് വ്യക്തികൾക്ക് അവരുടെ അനുഭവങ്ങൾ സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയാതിരിക്കുകയും ആ അവസരങ്ങൾ മുഴുവനും സിസ് മനുഷ്യരിലേക്ക് എത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ ചരിത്രത്തിലുണ്ടായിരുന്ന മറ്റൊരു അവസ്ഥയായിരുന്നു സ്ത്രീകളുടെ ശാരീരികവും ഡിസയറും ബോഡിലി എക്സ്പ്രഷനും എല്ലാം പുരുഷനിലൂടെ മാത്രം അവതരിപ്പിക്കപ്പെടുക, അത് മാത്രം അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ കേരളത്തിനൊരു ഡ്രാഗ് ചരിത്രം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ കഥകളിയുടെ കാര്യങ്ങളൊക്കെയും മാഷ് പറഞ്ഞു. അപ്പോ ഉദാഹരണമായിട്ട് അതില് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന ഒരു കവിതയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വരി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോഴനാം കൊച്ചുമിടുക്കന്റെ ഉർവശി വേഷം ഇരുട്ടത്ത് കണ്ടും 2 നാൾ എന്നൊക്കെ തന്റെ ബാല്യകാലത്തെ ഒരു അനുഭവം പോലെയോ അല്ലെങ്കിൽ നറേഷൻ പോലെയോ പി കുഞ്ഞിരാമൻ നായർ പറഞ്ഞിട്ടുള്ളത് കളിയച്ഛൻ എന്നൊരു കവിതയ്ക്കകത്തുണ്ട്. അപ്പോ നമ്മുടെ ഒരു തെയ്യത്തിന്റെ വേഷം കെട്ടലാണെങ്കിലും അമ്മ വേഷങ്ങൾ കെട്ടുന്ന പുരുഷന്മാരായിട്ടുള്ള പൂജാരിമാരാണെങ്കിലും സ്ത്രീ വേഷം എടുത്തണിയുക എന്നതിലൂടെ ശരീരം എന്ന് പറയുന്ന ഒരു ജയിലിനെ ഏതെങ്കിലുമൊക്കെ തരത്തില് മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കുന്ന ഒരു അവസ്ഥ. അതൊരിക്കലും ഒരു വിപ്ലവം പോലെയൊന്നും ആയിരുന്നില്ല. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു നിലപാട് അങ്ങനെ ആയിരുന്നത് കൊണ്ട് സംഭവിച്ച പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആസക്തിയുടെ ചരിത്രം, പ്ലഷർ എന്ന് പറയുമ്പോൾ പ്ലഷറിനെ എപ്പോഴും ഒരു മുഖ്യധാര സമൂഹം, ഒരു പൊതുസമൂഹം ഹെറ്ററോനോർമേറ്റീവ് കൺസെപ്റ്റിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് മെജോറിറ്റീവ്ലി പ്ലഷർ എന്ന് പറയുമ്പോൾ ഒരു മെയിൽ ഗേസ് സ്ത്രീയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ കുറിച്ചോ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ന രീതിക്ക് അപ്പുറത്തേക്കുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് സമ്മതിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത രീതിയിലാണ് പലപ്പോഴും പ്ലഷറിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെ പലപ്പോഴും സംഭവിക്കാറുള്ളത്. പ്ലഷർ പെർവേർഷൻ എന്ന ഒരു ബൈനറിക്കകത്ത് മാത്രമാണ് ഈ സെക്ഷൽ ഡിസയറുമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആരാണ് പ്ലഷറിനും ഈ പെർവേർഷനും ഇടയിലുള്ള വരമ്പുകൾ നിശ്ചയിക്കുന്നത്? ആരാണ് നിശ്ചയിക്കുന്നത്, ഏത് അളവ് വരെ നിശ്ചയിക്കുന്നത് എന്നത് അവിടുത്തെ ആ ഒരു കൾച്ചറൽ സെക്ഷൽ സ്ക്രിപ്റ്റിനെയൊക്കെ അനുസരിച്ചിരിക്കും. ആരാണ് അവിടുത്തെ പവർ കൈയാളുന്നത് എന്നതിനെ കൂടെ അനുസരിച്ചിരിക്കും പെർവേർഷന്റെ അളവിനെ എത്രത്തോളമാണെന്നും അത് ആരൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ അളക്കുന്ന ഒരു രീതി. ഒരു ഗേ ലെസ്ബിയൻ സ്റ്റഡീസിന്റെയും ക്യൂർ സ്റ്റഡീസിന്റെയും പൈനിയർ ആയിട്ടുള്ള ഒരു ലേഖനം എന്ന് തന്നെ പറയാവുന്നതാണ് ഗെയിൽ റൂബിന്റെ തിങ്കിങ് സെക്സ് എന്ന് പറയുന്നത്. അപ്പൊ തിങ്കിങ് സെക്സിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം പ്രധാനമായിട്ടും ഇതാണ്. അത് എഴുതപ്പെട്ടത് 1984-ലാണ്. 80-കളിലാണ് നമ്മുടെ സെക്സ് വാർ എന്നറിയപ്പെടുന്ന ഒരു കൾച്ചറൽ വാറിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്.
സെക്സ് പോസിറ്റിവിറ്റിയും സെക്സ് നെഗറ്റിവിറ്റിയും എത്രത്തോളമാണ് ഇത് പോസിറ്റീവായിട്ട് കാണേണ്ടത്, എത്രത്തോളമാണ് ഇത് നെഗറ്റീവായിട്ട് കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഫെമിനിസ്റ്റ് സർക്കിളിൽ നിന്നും മറ്റ് LGBT സർക്കിളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു വാദങ്ങളുടേതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്ലഷർ ഓട്ടോണമിക്ക് വേണ്ടി വാദിക്കുന്നവർക്കിടയിൽ നിന്ന് പോലും ഒരു മൊറാലിറ്റിയുടെ ബേസിൽ നിന്നുകൊണ്ടുള്ള ഒരു സെഗ്രിഗേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒരു സ്ത്രീക്ക് ആനന്ദത്തിന്റെ എല്ലാവക അവകാശവും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരിൽ പോലും ഒരു ലെസ്ബിയൻ സ്ത്രീയുടെയോ ഒരു ട്രാൻസ് സ്ത്രീയുടെയോ ഒരു സെക്സ് വർക്കർ ആയിട്ടുള്ള സ്ത്രീയുടെയോ പ്ലഷറിനെ കുറിച്ചുള്ള ചിന്തകളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്ലഷറിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ ഉള്ളില് ഓട്ടോണമിക്ക് വേണ്ടി വാദിക്കുമ്പോഴും പാട്രിയാർക്കിക്കെതിരെ വാദിക്കുമ്പോഴും ഉള്ളിൽ മറ്റൊരു തരം സെൻസറിങ്, ഒരു പിനോപ്റ്റിക്കോൺ എന്ന് ഫൂക്കോ പറഞ്ഞതുപോലെയുള്ള കാര്യം, ഒരു സർവൈലൻസ് നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സെൽഫ് സെൻസറിങ്, സെൽഫ് മോറലൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം എപ്പോഴും സൂക്ഷിച്ചിരുന്നു. ഒരു എസെൻഷ്യലിസ്റ്റ് മോഡലിൽ മാത്രമാണ് പലപ്പോഴും ഈ പറഞ്ഞ മൂവ്മെന്റുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പീനോ വജൈനൽ സെക്സിനും പ്രൊക്രിയേറ്റീവ് അല്ലാത്തതായിട്ടുള്ള സെക്സിനും ഒക്കെ വെച്ചിട്ട് മാത്രമാണ് ഈ പ്ലഷർ എന്നത് എത്രത്തോളം ആകാം, എത്രത്തോളം ആകരുത്, എത്രത്തോളം ക്രൈമാണ്, എത്രത്തോളം ടോക്സിക് ആണ്, എത്രത്തോളം പതോളജീസ് ആണെന്ന് ഓരോ മനുഷ്യരും ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനങ്ങളും ഡിസ്കോഴ്സുകളും തീരുമാനിക്കുന്നത്. മൊറാലിറ്റി എന്നതിന്റെ അതറായിട്ട് തന്നെ ഡിസയറിനെ കാണുന്ന ഒരു റിലീജിയസ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ നമുക്കുണ്ടായിട്ടുണ്ട്. അതായത് ആത്മീയത എന്നതിന്റെ മറുവശമാണ് അത്രേ ആസക്തി എന്ന് പറയുന്നത് എന്നൊരു രീതിക്ക് തന്നെ പല പല റിലീജിയസ് സ്ക്രിപ്റ്റുകളും ഒരു ജീവിതത്തെ എങ്ങനെ സന്തോഷകരമാക്കാം, ആനന്ദകരമാക്കാം, വിജയകരമാക്കാം എന്ന് പറയുമ്പോൾ പലപ്പോഴും കാമത്തെ ഒഴിവാക്കുക, ആസക്തി ഒഴിവാക്കുക, ലെസ്റ്റിനെ വെടിയുക എന്നൊരു കാര്യം ആണ് ആദ്യമേ മുന്നോട്ട് വെക്കുക. അപ്പോ ഏത് തരത്തിലുള്ള കാമവും പാപമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നിടത്ത് നിന്ന് സ്ത്രീ പുരുഷ ബന്ധം മാത്രം പവിത്രമെന്ന ഒരു എക്സ്ട്രാ നോട്ടും കൂടെ ഉണ്ടാക്കി വെക്കുകയും ആൺ ബന്ധങ്ങളും പെൺ ബന്ധങ്ങളും മറ്റ് പീനോ വജൈനൽ ബന്ധത്തിന് അപ്പുറമുള്ള എല്ലാത്തരം സെക്ഷൽ ബന്ധങ്ങളും പാപമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് സാംസ്കാരികമായിട്ടും മതപരമായിട്ടും പിന്നെ സൈക്കോളജിക്കലി മറ്റ് മെഡിസിൻ മേഖലകൾ, പിന്നെ മീഡിയ പുതിയതായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡിസ്കോഴ്സ് മീഡിയയാണ്. മീഡിയയിലൂടെയാണ് പലപ്പോഴും പുതിയ പുതിയ നോംസുകളും പുതിയ പുതിയ നിയമങ്ങളും സോഷ്യൽ നിയമങ്ങളും തന്നെ ഉണ്ടായി വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ പ്ലഷർ എവിടെയൊക്കെയാണ് പെർവേർഷൻ ആകുന്നത്, പെർവേർഷൻ ആകേണ്ടത് എന്നുള്ള രീതിക്കുള്ള ഒരു ചിന്തകൾ വരുന്നുണ്ട്. സെക്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെയും കൂടുതൽ ഓട്ടോണമി വരുമ്പോഴും പല കാര്യത്തിലും ഈ ഒരു സർവൈലൻസ് ചിന്തയിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച് ചിന്ത വരുമ്പോൾ പലർക്കും പൊതുവിടത്തിൽ തന്നെയും സെക്സ് എന്ന വാക്ക് പോലും അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുടെ ചർച്ച പോലും ടാഗുമായിരിക്കുമ്പോൾ ഒരു പോണോഗ്രഫിയെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചകളോ ഒരു BDSM പോലെയുള്ള സെക്ഷൽ താല്പര്യങ്ങളോടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നോൺ മാരിറ്റൽ ആയിട്ടുള്ള പോളി അമോറസ് ആയിട്ടുള്ള ഇപ്പോ ഗ്രൂപ്പുകളിലോ ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ എലോൺ ആയിട്ടുള്ള രണ്ടും ഒരു ഓട്ടോസെക്ഷൽ അനുഭവങ്ങളും ഗ്രൂപ്പ് സെക്സ് അനുഭവങ്ങളും ഒരേപോലെ പതോളജീസ് ആയിരിക്കുന്ന ഒരു സാഹചര്യം, പിന്നെ പെയ്ഡ് ആയിട്ടുള്ള സെക്സ്, പിന്നെ ഏജ് ഡിഫറൻസ് ഉണ്ടായിട്ടുള്ള ക്രോസ് ജനറേഷനിലായിട്ടുള്ള സെക്ഷൽ റിലേഷൻസ്, അതൊക്കെയും വളരെയധികം ടാഗുമായിട്ട് തന്നെ കാണാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത്. അത് എത്രത്തോളം സെക്ഷൽ ലിബറേഷൻ വരുമ്പോഴും ഈ വക കാര്യങ്ങളിൽ ഉൾപ്പെടെ പുതിയതരം മൊറാലിറ്റികൾ ഒരു നോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ പുതിയൊരു തരം നോം ഉണ്ടാകുന്നതിനപ്പുറം മറ്റ് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് വേണം എന്നതിനപ്പുറത്ത് ലോകത്തിന് എന്താണ് താല്പര്യം എന്നതാണ് സെക്ഷുവാലിറ്റിയുടെ ഐഡിയൽ അവസ്ഥ എന്നൊരു ചിന്ത കാലങ്ങൾക്ക് ഇപ്പുറവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ ഒരു ഹോമോസെക്ഷൽ റിലേഷൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഹെറ്ററോനോർമേറ്റീവ് സൊസൈറ്റിയിൽ സെൽഫ് ലിബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഹോമോസെക്ഷൽ സൊസൈറ്റി
അവർക്കിടയിൽ തന്നെ പുതിയ നോംസ് ഉണ്ടാക്കി വെക്കുന്ന പുതിയ തരം രീതികളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോ ഒരു 2 ഹോമോസെക്ഷൽ കപ്പിൾ എടുത്താൽ അതിനകത്ത് തന്നെ ഇപ്പൊ ഒരു മെയിൽ ഗേ വ്യക്തികളാണ് എങ്കില് അതിനകത്ത് തന്നെയും ഒരു ടോപ്പ് ബോട്ടം കൺസെപ്റ്റ്, ഒരാൾ ഡോമിനന്റ് ആയിട്ടുള്ളതും ഒരാൾ സബ്മിസീവ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടാകും. അതിൽ പിയേഴ്സ് ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്ന, ഡോമിനന്റ് ചെയ്യപ്പെടുന്നു കരുതപ്പെടുന്ന പാർട്ണർ, അതിലെ പവർ പിയറിംഗ് ആയിട്ടുള്ള ആൾ, സോ കോൾഡ് അതിലെ പുരുഷൻ. നിങ്ങളിൽ ആരാണ് ഭാര്യയും ഭർത്താവെന്ന് ഏതൊരു സെയിം സെക്സ് കപ്പിളിനോടും ചോദിക്കാൻ ഒരു ത്വരയുള്ള സമൂഹമാണ് നമ്മുടേത്. അത് രണ്ടും പുരുഷനാണെന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും അവര് ഉദ്ദേശിക്കുന്നത് ആരാണ് നിങ്ങളുടെ അധികാരി എന്നൊരു സാധനം. അങ്ങനെ ഒരു കൺസെപ്റ്റിലൂടെ മാത്രമേ ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. ഭാര്യ, ഭർത്താവ് എന്ന ആ ഒരു വാക്കുകൾ, ആ വാക്ക് തന്നെയും ഭരിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ നിന്ന് വരികയാണ്. ആ ഒരു കൺസെപ്റ്റ് തന്നെ ഹോമോസെക്ഷൽ റിലേഷൻസിലും ഉണ്ടാകണം എന്ന നിർബന്ധത്തോടെ അതിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവിടെയും കൊണ്ടുവരുന്ന ഒരു സ്വഭാവം. പിന്നീട് മാരേജ് എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്ന ഒരു ചിന്ത, അതും ഹോമോസെക്ഷൽ റിലേഷൻസിനിടയിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥ. ഇത്തരത്തിലൂടെ ഏതെങ്കിലുമൊക്കെ തരത്തില് ഇത്രയും നാളും ഹെട്രോ നോർമേറ്റീവ് ആയൊരു സൊസൈറ്റി കൊണ്ടുവച്ചിരുന്ന പല നോംസുകളും മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്കും കൂടെ വരുന്ന ഒരിത്. ഇതിനകത്തും ഇപ്പൊ പോളിയമോറസ് റിലേഷൻ ടാബു തന്നെയാണ്. മറ്റനേകമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഹെട്രോ റിലേഷൻസ് എന്തൊക്കെ ടാബുമായിട്ട് കണ്ടിട്ടുണ്ടോ അതൊക്കെയും ഇവിടെയും ടാബുമായിട്ട് തന്നെ കാണുകയും ഈ സിസ്റ്റം ഒരു തരത്തിലും ബ്രേക്ക് ചെയ്യരുത്. നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു എന്നതിനെ അംഗീകരിച്ച് തുടങ്ങുമ്പോൾ പോലും അവിടെ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ആകരുത് എന്നുള്ള ഒരു അധികാരത്തിന്റെ ഒരു ഇടപെടൽ, ഡിസയറിനെ നമ്മുടെ ഒരു പവർ സ്ട്രക്ചർ ഇടപെട്ട് നിയന്ത്രിക്കുന്നൊരവസ്ഥ. 377 എന്ന് പറയുന്ന ഒരു IPC സെക്ഷൻ കൊണ്ടുവരുമ്പോൾ കൊളോണിയൽ ബോഡികളിൽ എത്രത്തോളം ഡിസയർ ആകരുത് എന്നുള്ള ഒരു തീരുമാനം കൂടിയായിരുന്നു അത് കൊണ്ടുവന്നത്. അത് ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട് എന്നുള്ളത് നാളെയാണ് അതിന്റെ ആ ഒരു വിധി വന്നതിന്റെ 3ാം വാർഷികം ഒന്നും കൂടെ ഓർക്കുകയാണ്. സെപ്റ്റംബർ 6-നായിരുന്നു 2018 377 പൂർണ്ണമായിട്ടുള്ള ഭാഗികമായിട്ട് റിപ്പീൽ ചെയ്തുകൊണ്ട് കൺസെൻഷ്വൽ ആയിട്ടുള്ള സെയിം സെക്സ് റിലേഷൻസ് ഇന്ത്യയിൽ ലീഗലാണ് എന്നും അത് ഒരിക്കലും കുറ്റകരമല്ല എന്നുള്ള വിധി വന്നതിന്റെ 3ാം വാർഷികവും നാളെയാണ്. അതും കൂടെ ഓർക്കുകയാണ്. ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള പവറിൽ മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴും, ഒരു ആക്ടിവിസം ഓർഗനൈസേഷനിലേക്ക് വരുമ്പോഴും അവിടെയും ഈ പറഞ്ഞ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പവറിന്റെ ഒരു അൺഈവൻനെസ് വരാറുണ്ട്. ഒരു ഹോൾ കമ്മ്യൂണിറ്റി എടുത്താലും അവിടെയും സിസ് മെയിൽ ആയിട്ടുള്ള, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, എലൈറ്റ് ആയിട്ടുള്ള, ഹൈ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എങ്കിലും ആയിട്ടുള്ള വ്യക്തികളായിരിക്കും അതിനകത്ത് കൂടുതലായിട്ട് അധികാരം കൈയാളുന്ന വ്യക്തികൾ. ഇപ്പൊ ഒരു LGBT മൂവ്മെന്റിൽ പോലും ഈ തരത്തിലുള്ളൊരു ഒരു അൺഈക്വൽനെസ് ഒക്കെ കാണാൻ കഴിയും. അതിലെ ഒരു ദളിത് വ്യക്തി മുന്നോട്ട് വരുന്നൊരവസ്ഥ, ഒരു ട്രാൻസ് വുമൺ മുന്നോട്ട് വരുന്നൊരവസ്ഥ, ട്രാൻസ് വുമൺ ദളിത് വ്യക്തി മുന്നോട്ട് വരുന്ന അവസ്ഥയൊക്കെ വളരെ വിരലെണ്ണാവുന്നതായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ പറഞ്ഞ സൊസൈറ്റിയുടെ മുഴുവനായിട്ടുള്ള ഒരു പവർ ബോധം അവിടെയും തുടരാൻ ഏതൊക്കെയോ തരത്തിൽ നിർബന്ധിക്കപ്പെടുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള പല പല അവസ്ഥകളുണ്ട്. ഒരു തരത്തിലും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് വേണ്ട ഐഡന്റിറ്റിയിലേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ ഈ സൊസൈറ്റി നിലനിർത്തി പോരുന്നുണ്ട്. ഒരിക്കലും ഒരു ട്രൂ റിയാലിറ്റി ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ആണ് ഓരോ ക്യൂർ വ്യക്തിക്കും ഉള്ളതെന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ എന്റെ റിസർച്ച് ടോപ്പിക് ഞാൻ ലിമിനാലിറ്റി എന്നൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലിമിനാലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ആംബിഗ്യൂസ് സ്പേസ് ആണ്. നമുക്കൊരു ഐഡന്റിറ്റിയിൽ നിന്ന് നമ്മൾ മാറുകയും പുതിയ ഒന്ന് എത്തുകയും ചെയ്യുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥ. നമ്മൾ മാറുകയും ചെയ്ത് പുതിയൊന്ന് എത്തിയതുമില്ല, നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് പറയാനായിട്ടില്ല. ഒരിടത്ത് നിന്ന് പുറപ്പെട്ടു മറ്റൊരിടത്ത് എത്തിയതുമില്ല എന്ന് പറയുന്നതിനിടയ്ക്കുള്ള അവസ്ഥ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. അതാണ് ലിമിനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ട്. സെക്ഷൽ മൈനോറിറ്റീസ് ഉണ്ട്, അതുപോലെ അഭയാർത്ഥികളായിട്ടുള്ള, ഒരു രാജ്യത്ത് നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തി, മറ്റൊരു രാജ്യത്ത് അക്സെപ്റ്റ് ചെയ്യപ്പെടാത്തൊരു വ്യക്തി,
അയാളോട് ആ വ്യക്തിയുടെ പൗരത്വം എന്താന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാനൊന്നുമില്ല. ഈ ഭൂമിയിൽ എവിടെയാണ് അയാളുടെ രാഷ്ട്രീയ നില എന്ന് ചോദിച്ചാൽ ഒരു ജിയോളജിക്കലി പറയാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള നിലയിൽ നിൽക്കുന്ന വ്യക്തി. ആ വ്യക്തിയുടെ ഒരു അവസ്ഥയാണ് ലിമിനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ലിമിനൽ സ്റ്റേജുകളിലൂടെ നിരന്തരം പോകാൻ നിർബന്ധിക്കപ്പെടുകയാണ്. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു ഹോമോസെക്ഷൽ വ്യക്തിയോ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയോ ഒരു അസെക്ഷൽ വ്യക്തിയോ പുറത്തു വരുമ്പോഴും ചെന്നെത്തിപ്പെടുന്നത് മറ്റു ചില നോംസുകളിലേക്കാണ്. ഒരു ക്രാബ് ബക്കറ്റ് പോലെ ഒരു ഞണ്ടിനെ പിടിച്ച് ബക്കറ്റിലിട്ടാൽ അതിന്റെ ഒരു അവസ്ഥ, അതിനെ അടപ്പിടേണ്ട കാര്യമില്ല എന്നാണ് പറയുക. ഒരു ലിഡിടാതെ തന്നെ ഞണ്ടുകളുടെ ഒരു കൂട്ടത്തിൽ ബക്കറ്റ് ഇട്ടാൽ തന്നെ അത് അവിടെ കിടന്നോളും. കാരണം ഞണ്ട് പുറത്തിറങ്ങാൻ ശ്രമിച്ചാൽ ബാക്കി എല്ലാം കൂടെ വലിച്ച് താഴെ ഇടുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഒരാൾ മാത്രമായിട്ട് പോകാൻ സമ്മതിക്കാത്തത് പോലെ ആ ഒരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഒരാളെ ഒരു നോമിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ. എങ്ങനെയും ആ ഞണ്ട് പുറത്തെത്തിയാൽ ആ മണലിൽ ഒരിക്കലും അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയില്ല. വേറെ ഏതെങ്കിലും ബക്കറ്റ് വലിഞ്ഞു കയറാൻ ശ്രമിക്കും, നിർബന്ധിതമാകും. ആ ഒരു അവസ്ഥയിലോട്ട്, അതായത് ഒരു നോമിൽ നിന്നും മറ്റൊരു നോമിലേക്ക് പോയാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. അപ്പോഴും നമ്മുടെ റിയാലിറ്റി ട്രൂ ആയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നൊരു സ്റ്റേജ് ഉണ്ടാകും. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഡിസയറിന്റെ ചരിത്രമാണ് ഹോമോസെക്ഷൽ വ്യക്തികളെ കുറിച്ചും ക്യൂർ വ്യക്തികളെ കുറിച്ചും പറയാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് സാറ് കുറെ ബട്ട്ലർ അടക്കമുള്ള ആൾക്കാരുടെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു വെർഷൻസ് പറഞ്ഞു കഴിഞ്ഞു. മെറ്റീരിയാലിസ്റ്റിക് ബോഡിയിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന ഒരു സോഷ്യലിയും ഹിസ്റ്റോറിക്കലിയും കൺസെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്സ്വാലിറ്റി ബോഡി എന്നതിനെ ഊന്നിയിട്ടാണ് പലപ്പോഴും ആദ്യകാലത്തുള്ള ഒരു പ്യുവർ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, ബട്ട്ലർ അടക്കമുള്ള ഒരു കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ ആക്ടിവിസ്റ്റ് സൈഡിൽ നിന്നും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം മെറ്റീരിയൽ ബോഡിയെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇന്റർസെക്സ് അടക്കമുള്ള ശാരീരിക അവസ്ഥകളെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥ, സോഷ്യലി കൺസ്ട്രക്റ്റഡ് അല്ലാതെ നിൽക്കുന്ന ഒരുപാട് റിയാലിറ്റികൾ, ഇതൊക്കെയും ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ തിയററ്റിക്കൽ ഇന്റർവെൻഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആക്ടിവിസ്റ്റ് സൈഡിൽ നിന്നുള്ള വിമർശനങ്ങളും ഉൾക്കൊണ്ട് പുതിയ രീതിയിൽ സൈക്കോ സോഷ്യോ എന്ന രീതിക്കാണ് പുതിയ രീതിയിലുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത്. ബയോളജിക്കലിയും സൈക്കോളജിക്കലിയും സോഷ്യോളജിക്കലും ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഇന്റർലിങ്ക് ചെയ്തുകൊണ്ടാണ് ഒരാളുടെ ക്യൂർ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഏതൊരാളുടെയും ഒരു സെക്ഷൽ ഐഡന്റിറ്റി, ജെൻഡർ ഐഡന്റിറ്റിയോ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു പല പല ഡിസ്കോഴ്സുകളെ ചേർന്ന് വരുന്ന ഒരു രീതിക്കുള്ള ഒരു രീതിയാണ് കൂടുതലായിട്ട് അക്സെപ്റ്റബിൾ ആയിട്ട് ഇപ്പൊ പലയിടത്തും കാണുന്നതും കണ്ടുവരുന്നതും. അപ്പോൾ ഇത്തരം രീതികളിൽ ഡിസയറിനെ കുറിച്ചുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു വെർഷൻസ് മാറിയിട്ടുണ്ട്. അപ്പോ ഏകദേശം ഞാൻ ഇതിനോട് റെസ്പോണ്ടും അതിന്റെ രീതിയിലുള്ള കാര്യങ്ങളും ആഡ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്.